പുതിയൊരു റെസിപ്പി ചെയ്യാൻ പോവുകയാണ്. ഫ്രൈഡ് ചിക്കൻ ബിരിയാണി. അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണാം. 2 കപ്പ് ബിരിയാണി അരി, അത് കഴുകി 20 മിനിറ്റ് കുതിരാൻ വെച്ചതിന് ശേഷം നല്ല അരിച്ച് വാരി വെച്ചിട്ടുണ്ട്. കുറച്ച് ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇച്ചിരി മുളക് പൊടിയും ശകലം മുളക് പൊടി, ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ശകലം നാരങ്ങ വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ടേബിൾ സ്പൂൺ മുളക് പൊടി, മസാലപ്പൊടി, ഗാർലിക് പേസ്റ്റ്, സവാള, ടൊമാറ്റോ, കോറിയൻഡർ ലീവ്സ്, ഗ്രീൻ ചില്ലി. പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കും. ശേഷം ഗ്രാമ്പു, പട്ട, ഏലം ഇട്ട് കൊടുക്കുക. 2 കപ്പ് അരി കഴുകിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നു. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് വേവിക്കാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നീട് വെള്ളം ഒഴിച്ചു കൊടുക്കും. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും. അതിനെ വേവിക്കാൻ വയ്ക്കുക. ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകാൻ വയ്ക്കണം. എണ്ണ ചൂടാകുമ്പോൾ ഓരോ പീസുകളും നമ്മൾ ഇട്ട് കൊടുക്കുക. മറിച്ചിടാൻ പോവുകയാണ്. വാങ്ങിയെടുക്കുക. അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഈ സവാള ഇട്ട് വഴറ്റുക. ശകലം ഉപ്പിട്ടെടുത്ത് നല്ലപോലെ വഴറ്റുക. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് പച്ച മണം മാറുന്നത് വരെ വഴറ്റുക. ടൊമാറ്റോയും ഗ്രീൻ ചില്ലിയും ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് വഴറ്റുക. നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കുകയാണ്. കശ്മീരി ചില്ലി പൗഡർ, കോറിയൻഡർ പൗഡർ, ഗരം മസാല പൗഡർ, നേരത്തെ ഞാൻ മഞ്ഞൾപ്പൊടി കളയാൻ വിട്ടുപോയായിരുന്നു. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ലൈം ജ്യൂസ്,
ഇതിൽ ചിക്കൻ ഇട്ടിട്ട് അത് ശകലം വെള്ളം ഒഴിച്ച് കൊടുത്ത് വേവിക്കാൻ പറ്റും. പറ്റുന്നത് വരെ വേവിക്കും. ഇനി എല്ലാം ശരിയായിട്ടുണ്ട്. വേവിച്ച് വെച്ചിരിക്കുന്ന അരിയിലൂടെ ചേർത്ത് നമ്മൾ ഇതിനെ മിക്സ് ചെയ്യും. ഫ്രൈഡ് ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.